ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ മുൻമന്ത്രി HD രേവണ്ണയെ 4 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് വൈകിട്ടോടെയാണ് രേവണ്ണയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്ന്. അരുൺ പൂപ്പറമ്പ, HD രേവണ്ണ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് പോകുന്നു. പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? എപ്പോൾ ഹാജരാകും? അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പുതുതായി എങ്ങനെയാണ് പുറത്തു വരുന്നത്? അരുൺ പൂപ്പറമ്പ. റീജിത്തെ അറസ്റ്റിലായ മുൻ മന്ത്രിയും HD ദേവഗഡയുടെ മകനുമായിട്ടുള്ള HD രേവണ്ണയെ 4 ദിവസത്തേക്കാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. അന്വേഷണ സംഘം ഈ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ഈ 2 കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം വാദം ഉന്നയിച്ചു. എന്നാൽ രേവണ്ണയുടെ അഭിഭാഷകൻ ഉൾപ്പെടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായിരുന്നു. ജാമ്യാപേക്ഷ ഉൾപ്പെടെ നൽകി. എന്നാൽ അത് ജഡ്ജി മജിസ്ട്രേറ്റ് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ അന്വേഷണ സംഘത്തിൻ്റെ വാദം അംഗീകരിച്ച് 4 ദിവസത്തേക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇന്ന് മുതൽ 4 ദിവസം, അതായത് 8-ാം തീയതി വരെയാണ് HD രേവണ്ണ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ തുടരുക. എന്തായാലും കടുത്ത പ്രതിസന്ധി BJPയെയും JDSനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയാണ്. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രം അവശേഷിക്കെ ഇത്തരം വളരെ കർണാടക രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ സംഭവവികാസങ്ങളാണ് ഉണ്ടാവുന്നത്. പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുൻ മന്ത്രിയായിട്ടുള്ള ദേവഗഡ കുടുംബത്തിലെ പ്രധാനപ്പെട്ടൊരു മുഖം ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്. നേരത്തെ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങിയേക്കുമെന്ന സൂചന നേരത്തെ പുറത്തു വന്നിരുന്നു. JDS നേതൃത്വം തന്നെ അന്വേഷണ സംഘത്തെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിച്ചിരുന്നു. അതായത് ഈ കടുത്ത സമ്മർദ്ദം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും JDSന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ അന്വേഷണ സംഘത്തെ ഉടൻ ഈ പ്രജ്വലിനെ കീഴടങ്ങും എന്ന തരത്തിൽ വിവരങ്ങൾ നൽകിയിരുന്നു. ആ തരത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. പ്രജ്വൽ ഉടൻ ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ കീഴടങ്ങുമെന്ന പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. ഇല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് പോകുമെന്ന് ഇതിനകം തന്നെ പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ നേരത്തെ തന്നെ സർക്കാർ അതുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്റർപോളിൻ്റെ ഉൾപ്പെടെ സഹായം തേടി രാജ്യാന്തരതല ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് അത് ഇതിനകം തന്നെ കേന്ദ്ര സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അത്തരം നടപടികളിലേക്ക്, കടുത്ത നടപടിയിലേക്ക് പോകാൻ വേണ്ടി സർക്കാർ തലത്തിൽ തന്നെ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും ഏത് തരത്തിലായാലും പ്രജ്വലിനെ നാട്ടിലെത്തിക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക, തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകിയിട്ടുണ്ട്. അത്തരം വളരെ കർശനമായിട്ടുള്ള നടപടിയിലേക്കാണ് പോകുന്നത്. എന്നാൽ പ്രജ്വൽ എപ്പോൾ ഇവിടെ എത്തും, അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുമെന്ന കാര്യത്തിൽ നിലവിൽ സ്ഥിരീകരിച്ചൊരു വ്യക്തതയുമില്ല. ഉടൻ കീഴടങ്ങിയേക്കുമെന്ന സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിലും പുറത്തു വരുന്നത്. അന്വേഷണ സംഘവും ആ പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പ്, അതായത് 7-ാം തീയതി 14 മണ്ഡലങ്ങളിലേക്കാണ് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 1 പോയിന്റ് ചർച്ച എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ കഴിയുക. ഈ ലൈംഗികാതിക്രമ കേസ്, ദേവഗൌഡ കുടുംബം ഉൾപ്പെട്ട ഈ ലൈംഗികാതിക്രമ കേസ് മാത്രമാണ് അവസാന ലാപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായും അതെങ്ങനെ കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളത് നിർണായകമാണ്. JDS BJP സഖ്യത്തിൻ്റെ ഭാവി ഉൾപ്പെടെ നിർണ്ണയിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ശരി, അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുക.